ചാലക്കുടിയിലെ വലിയ തീപിടുത്തം ഇപ്പോഴും തീപിടുത്തമായി തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുകയുമാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് തുടർച്ചയായി പെയ്യുന്ന അതിശക്തമായ മഴയിൽ തിരുവനന്തപുരത്ത് നിർധന കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നു. കാട്ടാക്കട ആമച്ചലിൽ ആനി രാജേഷ് ദമ്പതികളുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി ഭാഗികമായി തകർന്നത്. ആനിയും രാജേഷും 2 കുട്ടികളും അപകട സമയത്ത് വീടിന്റെ മറ്റൊരു ഭാഗത്തായതിനാൽ അപകടം ഒഴിവായി. ഇന്നലെ ഒരു രാത്രി 7:45 സംഭവം. അത് നേരത്തെ ചെറിയ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ലായിരുന്നു. പിന്നീട് ഞാനും അമ്മയുണ്ടായിരുന്നു. അമ്മ അടുക്കളയിലായിരുന്നു. ഞങ്ങൾ പിന്നെ വലിയൊരു ശബ്ദം കേട്ട് ഞങ്ങൾ ഓടിപ്പോയി നോക്കിയപ്പോഴേക്കും മുകളിൽ നിന്നുള്ള ഷീറ്റ്, ബാക്ക് സൈഡിലുള്ള ഷീറ്റ്, ചുമരെല്ലാം കൂടെ ഇങ്ങനെ മറിഞ്ഞു വരികയായിരുന്നു. ഞങ്ങൾ വേഗം ഓടി വെളിയിൽ ഇറങ്ങി നിന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്താണെന്ന് ഞങ്ങൾ പോയി നോക്കിയതിന് ശേഷമാണ് അങ്ങനെ ഷീറ്റ്, ചുമര്, എല്ലാം കല്ല് എല്ലാം മറിഞ്ഞ് ഞങ്ങളുടെ വീടിനകത്തേക്ക് ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അലക്സ് മുഹമ്മദ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, ശക്തമായ കാറ്റും മഴയും ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ അങ്ങേയറ്റത്തെ ദുർബലാവസ്ഥയും അത് ഈ രീതിയിൽ തകരാൻ കാരണമായിട്ടുണ്ടോ? എൻ്റെ ചൂരൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നല്ലോ അലക്സ്. ഹാഷ്മി, തീർച്ചയായും അതിലൊന്ന് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ കനത്ത മഴ തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിൽ ലഭിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി. ഈ മൺകട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ സാധാരണ വീടൊക്കെ ആ തരത്തിൽ, അതായത് ദുർബലാവസ്ഥയിലുള്ള വീടുകളൊക്കെ അത്തരത്തിൽ അപകട ഭീഷണി നേരിടുന്നുണ്ട് പലയിടത്തും. അത്തരം വാർത്തകൾ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മലയോര മേഖലയിൽ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല മരം വീണ സമാനമായ അപകടങ്ങൾ പലയിടത്തും നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ വരുന്നത് കാട്ടാക്കട ആമച്ചലിലാണ് അത്തരം ഒരു പ്രശ്നം വരുന്നത്. ശക്തമായ മഴ, അതായത് കഴിഞ്ഞ ദിവസങ്ങളായി കനത്തു പെയ്യുന്ന മഴയെ തുടർന്നാണ് ഈ ആനി രാജേഷ് ദമ്പതികളുടെ വീട് ഭാഗികമായി തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7:45 ഈ അപകടമെന്ന് ആനി തന്നെ പറയുന്നുണ്ട്. ആനിയും രാജേഷും 2 കുട്ടികളും അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ചുവരും മറ്റുമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വരുന്നത് കണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് അത് നയിച്ചേനെ എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വീടിൻ്റെ അടുക്കള ഭാഗവും സമീപത്തെ ശുചിമുറിയും ഒക്കെയാണ് പൂർണ്ണമായി തകർന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർധന കുടുംബമാണ്. ഇതിനെ എങ്ങനെ കെട്ടിയുണ്ടാക്കും എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ല. അതിൻ്റെ ഒരു വ്യസനത്തിൽ കൂടിയാണ് അവർ. അത്തരം കുറേ പ്രശ്നങ്ങൾ കൂടി ഈ സാധാരണ മനുഷ്യർ നേരിടുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കിലൊക്കെ പെട്ട് അവർക്ക് ഈ അടിയന്തര സഹായമൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ റവന്യൂ അധികൃതർ വില്ലേജ് വഴിയൊക്കെ ശ്രമിക്കേണ്ടതാണ് ഈ ഘട്ടത്തിലെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ സാധാരണക്കാർ, നിർധനർ ഈ പെരുമഴയത്ത് അവരുടെ ഈ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് അങ്ങേറ്റം ബുദ്ധിമുട്ടുന്ന സാഹചര്യം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹാഷ്മി. ഓക്കെ, അലക്സ് മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി.